ഇനി രസം വെച്ചിട്ട് ശരിയായില്ലെന്ന് എൻ്റെ ഫ്രണ്ട്സ് ആരും പറയരുത് കേട്ടോ. നല്ല സൂപ്പർ അടിപൊളി ഒരു രസം വെച്ചാലോ. കണ്ണും അടച്ച് ധൈര്യമായിട്ട് വെച്ചോ. രസം റെസിപ്പി ഇനി ഫ്ലോപ്പ് ആവില്ല ഈ രീതിയിൽ വെച്ചാൽ. അതിനാദ്യം നല്ല നാടൻ തനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ലേശം ഉലുവയും പൊട്ടിച്ച് അതിലേക്ക് രസക്കൂട്ടുകൾ ചേർക്കാം. രസക്കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ അല്ലേ? വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് പൊടി അല്ലെ കുരുമുളക് ചതച്ചത്, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പുളി പിഴിഞ്ഞത്, കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ ലേശം മല്ലിയില, 2 നുള്ളു ജീരകം. ഇത്രയും സാധനങ്ങൾ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ആ രസത്തിൻ്റെ മസാല മൂക്കുമ്പോൾ ഒരു മണം വരുമല്ലോ. ആ മണം എല്ലാവർക്കും അറിയാമല്ലോ. ആ മണം വരുന്ന സമയത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ച് രസം തിളപ്പിക്കാതെ ചെറിയതായിട്ട് ചൂടാക്കി ഇറക്കണം എന്നൊക്കെയാണ് പലരും പറയാറ്. ഞാൻ നന്നായിട്ട് തിളപ്പിക്കാറുണ്ട് കേട്ടോ. ഇത്രയും സ്പൈസസ് ചേർക്കുന്നതല്ലേ. ഇത്രയും സ്പൈസസ് ചേർക്കുന്ന മറ്റൊരു കറി ഉണ്ടാവില്ല. കറി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് രസമേ ഉള്ളായിരുന്നു എന്ന് പറയും. ഇറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് തിളപ്പിച്ചിറക്കിയാൽ സെറ്റ് സാധനം കേട്ടോ.